ഹായ് എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയൊക്കെ പൊരിച്ചിട്ട് അത് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് എഗ്ഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പച്ചമുളക് കുനുകുനാ പച്ചമുളക് അരിഞ്ഞ് ഇച്ചിരി സവാള അരിഞ്ഞ് ഒരു 4-5 മുട്ട ഇങ്ങനെ ഇച്ചിരി ഉപ്പിട്ടൊന്ന് കലക്കിയിട്ട് ഇങ്ങനെ ഓരോ മുട്ട ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഈ മുട്ട ഇങ്ങനെ പീസാക്കി ഇതിൻ്റെ അകത്ത് വെച്ച് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കും. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കോവയ്ക്ക മെഴുകുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് രാവിലെ അങ്ങ് ഇട്ടാലങ്ങ് അത് ഒത്തിരി സമയം എടുക്കുമല്ലോ അത് വെന്ത് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് അതൊന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അതിനുശേഷം ഞാനൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചില സമയത്ത് പൊടികളെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ഈ കഷ്ണങ്ങളിൽ ചേർത്ത് വിസിലടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇന്ന് ചെയ്യുന്നത് കഷ്ണങ്ങൾ ഇത്തിരി തുമരപ്പരിപ്പ് ഇട്ടിട്ട് കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റിലാണ് പൊടി ചേർക്കുന്നത്. അപ്പം അന്ന് അച്ചാറിടാനായിട്ട് പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഹസ്ബൻഡിന് പ്രോൺസ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പം കുറച്ച് ഉള്ളു ഞാനത് അതിൻ്റെ മുകൾ ഭാഗത്തെ നൂലെടുത്ത് കളഞ്ഞിട്ടാണ് അവർ തന്നത്. പക്ഷേ അതിൻ്റെ അടിവശത്തും ഒരു നൂലുണ്ട്, അതുകൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് തോരൻ വെക്കാനാകുമ്പോൾ നമ്മൾ മുറിക്കത്തല്ലേ. അപ്പോൾ അതങ്ങനെ മുറിച്ചിട്ട് ഞാൻ അങ്ങനെ നൂലെടുക്കുമ്പോൾ എളുപ്പം എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇച്ചിരി വിനാഗിരി ഒഴിച്ചിടുക. അപ്പോൾ അതിൻ്റെ അകത്തെ ആ അഴുക്കെല്ലാം ഉളുമ്പെല്ലാം ഒന്ന് പോകും. അപ്പം സാമ്പാറിന് ഞാൻ ലാസ്റ്റിലാണ് കടുക് വറുക്കുന്നത്. ഇന്നിപ്പോൾ ഒത്തിരി സമയമായി. അപ്പം ഞാൻ കടുക് വറുത്തിട്ട് ഇതിൻ്റെ അകത്തങ്ങ് പൊടികളൂടെ അങ്ങ് മൂപ്പിച്ച് ചേർക്കാമെന്ന് വെച്ച്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ എന്നിട്ട് സാമ്പാറിലൊഴിച്ച് തിളപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഞാനിവിടെ പ്രോൺസ് ഇത്തിരി കുറവല്ലേ, അതുകൊണ്ട് ഇച്ചിരി പീര വേണമല്ലോ. ഞാനൊരു സവാള, ഇഞ്ചി, എന്നിട്ട് തേങ്ങ ഞാൻ അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടല്ല ഞാൻ ചതച്ചത്, അതുകൊണ്ട് ഇപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടാൽ തേങ്ങയ്ക്കകത്ത് ഇച്ചിരി പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ചതച്ച് അതെല്ലാം കൂടെ ചേർത്ത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് ഉലുവാപ്പൊടിയും ചേർത്തിട്ട് നന്നായി കൈ കൊണ്ട് ഞെവിടി കുടംപുളിയും ചേർത്ത് പിന്നെ പ്രോൺസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഞാൻ ഉലുവാപ്പൊടി ഇപ്പോഴാണ് ഇട്ടത്, മറന്നുപോയായിരുന്നു. നമ്മുടെ തോരനൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ ആപ്പൂസ് മാങ്ങ ഇറങ്ങിയ സമയമാണ്. ഇപ്പം തണുപ്പല്ലേ, ഞാനില്ല ഗോന്തുകരീത അത് നമ്മുടെ ശരീരത്തിന് തണുപ്പല്ലേ, അത് ഫ്രിഡ്ജിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിളും മാങ്ങയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഗോന്തൂടെ നമ്മൾ ഇട്ടിട്ട് അതൊന്ന് എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ച്. അപ്പം മാങ്ങയ്ക്ക് മധുരം ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ച് എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത ഗോന്ത് അതുകൂടെ ഇട്ടിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു ലൈറ്റ് തണുപ്പേ ഉള്ളൂ, ഒത്തിരി അങ്ങ് തണുപ്പിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ശരീരം ഒന്ന് തണുക്കട്ടെ. അതൊരു അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, നാരങ്ങ ഈന്തപ്പഴം കൂടെ അതും ഉണ്ടാക്കണമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.